മ്യാൻമാറിലെ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട കൊല്ലം കുണ്ടറ സ്വദേശി വിഷ്ണു നാരായണൻ നാട്ടിൽ തിരിച്ചെത്തി. ക്രൂരപീഡനമാണ് തട്ടിപ്പ് സംഘത്തിൽ നിന്ന് നേരിടേണ്ടി വന്നതെന്ന് വിഷ്ണു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നിലവിൽ 4 മലയാളികൾ കൂടി തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിലകപ്പെട്ട പീഡനം ഏറ്റുവാങ്ങുന്നുണ്ട്. ചൈനീസ് നിർമ്മിത ആപ്പുകളുടെ പ്രവർത്തനത്തിനായി ഇന്ത്യക്കാർ അടക്കമുള്ളവരുടെ സഹായങ്ങളുണ്ടെന്നും വിഷ്ണു പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ 3 ആളുകൂടി ഉണ്ട്. ബാക്കിയെല്ലാവരും വേറെ റൂമിലാണ്. ഒരാൾ ഓരോ റൂമിലിട്ട് പൂട്ടിയിട്ടേലും. എല്ലാ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട് ഓരോ തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച്. അത്തരത്തിലുള്ള തട്ടിപ്പ് സംഘത്തിൽ പെട്ട് അതിനുശേഷം തിരിച്ച് വളരെ ബുദ്ധിമുട്ട് തിരികെ നാട്ടിലേക്ക് എത്തിയ കൊല്ലം കുണ്ടറ സ്വദേശി വിഷ്ണുവിനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. ആയാലും കേന്ദ്ര സർക്കാരായാലും വലിയ രീതിയിൽ ശ്രമിച്ചു. വളരെ കഷ്ടപ്പെട്ടല്ലേ? എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? കഷ്ടപ്പാടെന്ന് വെച്ചാൽ ആഹാരമില്ല, നമ്മളെ ഉപദ്രവം, ഇതൊക്കെ നമ്മൾ അവരെ ഒരു ജോലി പറയും, ഇത് കണക്ക് തട്ടിപ്പിന് അവരെ കൂടെ നിൽക്കണം. അത് ചെയ്യത്തില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഉപദ്രവമാണ് അവരെ മെയിൻ. ഒരു റൂമിൽ പ്രത്യേകിച്ച് പൂട്ടിയിട്ട് ഉപദ്രവിച്ച് കറണ്ട് അടുപ്പിക്കുന്ന കണക്കത്തുള്ള സാധനങ്ങളൊക്കെ വെച്ച് അവരേൽ ഇരിപ്പുണ്ട്. ആ സ്റ്റിക്ക് കണക്കത്തുള്ള വീട്ടിൽ നിന്ന് നമ്മൾ പൈസ അയച്ചു കൊടുക്കണം. പൈസ അയച്ചു കൊടുത്താൽ നമുക്ക് അവർ ആവശ്യപ്പെടുന്ന പൈസ അയച്ചു കൊടുത്താൽ നമുക്ക് തിരിച്ചു പോവാം. ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകാരാണ് ഉള്ളത്? അവിടെ എല്ലാ തരം തട്ടിപ്പുകളും അതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ മറ്റേ ഈ ക്രിപ്റ്റോ കറൻസി അതിൻ്റെ ഒരു സെക്ഷനുണ്ട്, നമ്മളെ ട്രേഡിങ്ങിൻ്റെ ഒരു സെക്ഷനുണ്ട്, പ്രത്യേകിച്ച് ഓൺലൈൻ ഇ കൊമേഴ്സ് കണക്കത്തുള്ള തട്ടിപ്പുകൾ. അങ്ങനെ എല്ലാം മെയിനായിട്ട് ലക്ഷ്യമിട്ടേക്കുന്ന ഇന്ത്യ കണക്കത്തുള്ള രാജ്യത്തെ മൊത്തം ചൈനക്കാരാണ്. എങ്ങനെ ഈ തട്ടിപ്പ് ഇന്ത്യക്കാരുണ്ടോ അതിനകത്ത്? ഇന്ത്യക്കാരുണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലുള്ള ലേഡിയുണ്ട്. അവർ ചൈനക്കാരുടെ കൂട്ടത്തിൽ തന്നെ അവരെ കൂടെ നിന്ന് തന്നെ ചെയ്യുന്നത്. ബാക്കിയുള്ളവരെ ഇത് കണക്ക് പാക്കിങ് ജോലി എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് പെടുത്തി അവിടെ ഇട്ട് ചെയ്യിപ്പിക്കുക. ഈ മലയാളികൾ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് തട്ടിപ്പ് സംഘത്തിൽ പെട്ടിട്ടുണ്ട്. ഞാനുൾപ്പെടെ 5 പേരായിരുന്നു. ഞാൻ അവിടെ ആദ്യം ചെല്ലുന്ന മലയാളി. പിന്നെ ഒരു മാസത്തിന് ശേഷം ബാക്കി 4 പേര് വരുന്നു. തിരുവനന്തപുരത്തുള്ള 2 ഉണ്ട്, ബാക്കി 3 കണ്ണൂർ സൈഡിലുള്ളവരെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിഷ്ണുവിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു. ആ സമയത്ത് നമ്മുടെ ബന്ധപ്പെട്ട ചില ആൾക്കാരുണ്ടായിരുന്നു, ഒരു വലിയ അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ അതിനകത്ത് പെട്ടവരാണോ? ആണ്. അലി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അലി ഞങ്ങളാ ജോലിയല്ല, അലിയെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അവരെ ജോലിയിലേക്ക് ആളുകളെ പ്രൊവൈഡ് ചെയ്യുന്ന ജോലിക്ക് എന്ന് പറഞ്ഞാൽ അലിയെ അവിടെ കൊണ്ടുവരുന്നത്. അലി അവിടെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ജോലിയാണെന്ന് തന്നെ അറിയുന്നത്. അലി എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന്. ഞാൻ അലിയുടെ റൂമിലായിരുന്നു, അലിയുടെ ആ സെക്ഷനിലാണ് എന്നെ പൂട്ടിയിട്ടിരുന്നത്. അലിയുടെ സഹായത്തോടെ ഞാൻ ഇറങ്ങിയത്. നമ്മളെ ബാത്റൂം ആ വീഡിയോയ്ക്കകത്ത് തന്നെ കാണാമല്ല, 3 പേരെ പൂട്ടിയിട്ട്. അതെൻ്റെ കൂടെ നിന്നവരാ. അതിലൊരാൾ പൈസ അടച്ചതാണ്, പക്ഷെ അവന് ഹിന്ദി അറിയാം, അതുകൊണ്ട് അവനെ വിടാത്തത്. അവനെ ഇനി അവർ പൈസയെല്ലാം അവൻ്റെ നിന്ന് മേടിച്ചിട്ട് അടുത്ത കമ്പനിക്ക് വേണ്ടി വിൽക്കും. അപ്പോൾ അവർക്ക് വീണ്ടും പൈസ കിട്ടും. അത് തന്നെ ചെയ്യാൻ നോക്കി, പക്ഷേ ഞാൻ പോത്തില്ലെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി തന്നെ കുറേ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആഹാരമില്ല, അതാ മെയിൻ. അങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യുന്നത്. നല്ല രീതിയിൽ പീഡനം ഏറ്റുവാങ്ങിയ ശേഷം തിരികെ നാട്ടിലേക്ക് എത്തിയ വ്യക്തിയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലതരത്തിലുള്ള ഓൺലൈൻ ആപ്പുകളുടെ തട്ടിപ്പ് സംഘം ഇത്തരത്തിലുള്ള ആൾക്കാരെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. മലയാളികളായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ആ പ്രദേശങ്ങളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിനെ പിന്തുണ നൽകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ചില ആൾക്കാരുണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ പീഡനം ഏറ്റുവാങ്ങിയ ശേഷം തിരികെ നാട്ടിലേക്ക് എത്തിയതാണ് കുണ്ടറ സ്വദേശിയായിട്ടുള്ള വിഷ്ണു.